കർത്താവേ, നന്ദി പിതാവേ. സ്തോത്രം. പരിശുദ്ധൻ, പരിശുദ്ധൻ. നന്ദിയോടെ ഈ പ്രഭാതത്തെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു പിതാവേ, അങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശ്വസ്ത കരത്തിലേക്ക് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതൻ്റെ കരത്തിലേക്ക് സകലത്തെയും സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ജയത്തോടെ കൃപയോടെ ഞങ്ങൾ കടന്നു വരുന്നു പിതാവേ. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ അങ്ങ് ഞങ്ങളെ നിർത്തുന്ന ദൈവം, അമേ, ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 110 സങ്കീർത്തനം. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. അമേൻ. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ചെങ്കോൽ, നീതിയുള്ള ചെങ്കോൽ, ഹല്ലേലൂയ, അഭിഷേകമുള്ള ചെങ്കോൽ, കൃപയുള്ള ചെങ്കോൽ, ആമേൻ, ദൈവകൃപയുള്ള ചെങ്കോൽ സ്വർഗത്തിൽ നിന്ന് നമ്മളിലേക്ക് നീട്ടുമാറാക്കുന്ന ദൈവമേ, ഈ പ്രഭാതത്തിൽ നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു രാജാവേ. സ്തോത്രം ചെയ്യുന്നു. നാൾതോറും ഞങ്ങളെ ബലത്തോട് നിർത്തുന്ന ദൈവം, ഞങ്ങളെ അത്ഭുതമാക്കുന്ന ദൈവം, ഞങ്ങൾ മേൽ അങ്ങയുടെ കൃപയും സമാധാനവും പകർന്ന് ദൈവം ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കും. ഹല്ലേലൂയ. നിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് കർത്താവ് നിൻ്റെ ആമേൻ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. ഹല്ലേലൂയ. യഹോവ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയത് ആ വിടുതലും നന്മയും പകർന്ന് ദൈവം നമ്മളെ നിറയ്ക്കുന്ന കൃപകൾക്കും നന്മകൾക്കുമായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു രാജാവേ. സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശ്വസ്തകരം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മേലെല്ലാം പകർന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തവൻ, ഞങ്ങളുടെ വീഴ്ചയിൽ ഞങ്ങളെ താങ്ങി വഴി നടത്തുന്ന നല്ല കർത്താവിൻ്റെ കൃപ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവകൃപയുടെ ആഴത്തിനായി സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ കടന്നു വന്ന സകല ദൈവമക്കളെ, കടന്നു വരുവാനിരിക്കുന്നവരെല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള കരം ഈ ജനത്തിന്മേൽ പകർന്ന് ദൈവം അവരെ അനുഗ്രഹിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്ന എന്ന് പറയത്തക്കവണ്ണം കർത്താവേ, ഓരോ കുടുംബങ്ങൾ മേലും ഓരോ കുഞ്ഞുങ്ങൾ മേലും ആമേൻ, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങൾ മേലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം അവിടെ എല്ലാം പകർന്ന് ദൈവം അനുഗ്രഹിക്കണം. ഒന്നിനും കുറവ് വരാതെ, ഒന്നിനും മുട്ടുവരാതെ വണ്ണം സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ പരിശുദ്ധനെ അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം അവിടെ എല്ലാം പകർന്ന് ദൈവം അനുഗ്രഹിക്കണം. ആദരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. റബനഗദന ശംദന അധികാരഗദന റിഷനറന്ദിനി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. യേശുവേ എൻ പ്രാണനാഥ, ജീവൻ തന്ന സ്നേഹനാഥ, എന്നെ നന്ന അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, അങ്ങെപ്പോലെ ആയിത്തീരാ, അങ്ങേ മാത്രം സേവിച്ചിടാ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപാദത്തിൽ. അങ്ങെപ്പോലെ ആയിത്തീരാ, അങ്ങേ മാത്രം സേവിച്ചിടാ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപാദത്തിൽ. യേശുവേ എൻ പ്രാണനാഥ,
സ്നേഹനാഥ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എൻ്റേതല്ല നാഥൻ ദാനം, ദാനം ബലവും മഹിമയല്ല ലോകം നൽകും, പേരുവേണ്ട പ്രാണപ്രിയ കൂടെ മതി, എൻ്റേതല്ല നാഥൻ ദാനം, ദാനം ബലവോ മഹിമയല്ല ലോകം നൽകും, പേരുവേണ്ട പ്രാണപ്രിയ കൂടെ മതി, യേശുവേ പ്രാണനാഥ, ജീവൻ തന്ന സ്നേഹനാഥ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, വിശ്വമോഹങ്ങൾ എല്ലാം വെടിഞ്ഞ് സ്വയം ഭാവങ്ങൾ എല്ലാം ത്യജിച്ച് ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യൂ നിൻ പാതയിൽ, വിശ്വമോഹങ്ങൾ എല്ലാം വെടിഞ്ഞ് സ്വയം ഭാവങ്ങൾ എല്ലാം ത്യജിച്ച് ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യൂ നിൻ പാതയിൽ, യേശുവേ എൻ പ്രാണനാഥ, ജീവൻ തന്ന സ്നേഹനാഥ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, അങ്ങെപ്പോലെ ആയി തീരാ അങ്ങേ മാത്രം സേവിച്ചിടാ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ, അങ്ങെപ്പോലെ ആയി തീരാ അങ്ങേ മാത്രം സേവിച്ചിടാ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ, യേശുവേ
അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ. നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്, ഒരു ദോഷവും തട്ടാതെ വണ്ണം സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്ന ജീസസ്. പരിശുദ്ധനെ നന്ദിയോടെ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ അപ്പാ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞു അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. സർവശക്തനെ അങ്ങേ പിരിഞ്ഞു അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. കൃപയോടെ സ്നേഹിക്കുന്നേ കരുതുന്നവനെ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ ഋഷവനഹന്ദന, സ്നേഹിക്കുന്നേ ഓരാന്തിനീരി വർഷത്തനെ, സ്നേഹിക്കുന്നേ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓ how
ആമേൻ. സ്നേഹിക്കുന്നേ 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 യേശുവേ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാനം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടോ ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാനം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടോ ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. എല്ലാവരുടെയും ആദരങ്ങളെ തുറന്ന് സ്നേഹിക്കുന്നേ പ്രിയനോട്, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ മാറോട് ചേർന്ന് സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ഈ പ്രഭാതത്തിൽ അവൻ എന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം അറിയുമ്പോൾ, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം അളക്കുവാൻ കഴിയാതെ വണ്ണം ആ ദൈവസ്നേഹം എത്ര വലുതാകുമ്പോൾ, കർത്താവ് ഇതിന് ഞങ്ങൾ യോഗ്യരല്ല, കർത്താവ് ഇതിന് ഞങ്ങൾ അർഹരല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലാതിരുന്നപ്പോൾ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ഞങ്ങളെ നടത്തും. ഈ നിമിഷം വരെയും ദൈവം ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളെ ഞങ്ങൾക്കുള്ളതിന്മേലെല്ലാം അങ്ങയുടെ കൃപ പകർന്നല്ലോ. അതെ, ദൈവം നോഹയെ ഓർത്തു. സ്തോത്രം. നോഹയെ എന്നെ കുടുംബത്തെ ഓർത്ത ദൈവം. ആമേൻ. ആ ദേശത്ത് കർത്താവെ, ലോകത്തിൽ നിന്ന് സകല മനുഷ്യരും മരിച്ച് അടക്കപ്പെടുമ്പോൾ, അതേ കർത്താവെ, സകലതും ആ ജലപ്രളയത്തിൽ ആമേൻ മരിച്ച് ആമേൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും കർത്താവെ, നോഹിന്റെ കുടുംബവും പെട്ടകത്തിലായതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് കൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കുക മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, ദൈവം അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അവരെ ഓർത്ത് അവരുമേലൊരു കാറ്റയച്ച ദൈവം. അതെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ, അതെ, ഞങ്ങളോട് പറഞ്ഞത്, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചത്, അങ്ങ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് അങ്ങ് ഓർക്കുമ്പോൾ, അങ്ങ് തൻ്റെ കാറ്റ് അയക്കുന്ന ദൈവം, തൻ്റെ മഞ്ഞും മഴയും അയക്കുന്ന ദൈവം, തൻ്റെ ദൈവം ആമേൻ മറക്കുന്ന ദൈവമല്ല, വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ. അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പരിശുദ്ധനെ വാഴ്ത്തുന്നു. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ആദരങ്ങളെ തുറന്ന് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു പിതാവ്. പരിശുദ്ധൻ, 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 പരിശുദ്ധനെ നന്ദി പിതാവ്. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ, എന്നല്ലലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ, എന്നല്ലലെല്ലാം മാറിയിടുമേ. ഹല്ലേലൂയ.
മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും കണ്ണുമയ്ക്കുന്ന നേരം നമ്മൾ രൂപാന്തരം പ്രാപിച്ച് 10,000-ങ്ങളിൽ അതിസുന്ദരനെ പോലെ നമ്മളെയും അവനാക്കി തീർക്കുന്ന ആ തേജസ്കരിക്കപ്പെട്ട ആ മഹത്വത്തിൻ്റെ ആ കൃപയ്ക്കുള്ളിൽ നമ്മളെ കൊണ്ടുവന്ന് ആമേൻ നമ്മളെ രാജാതി രാജാവിനെ പോലെ കർത്താതി കർത്തനെ പോലെ അവനോടുകൂടി നമുക്കൊന്നിച്ച് വാഴുവാൻ ആ തരുന്ന ആ ശുഭദിനം, ആ നിത്യത നമുക്ക് അവകാശം തന്നിരിക്കുന്ന ദൈവസന്നതയിൽ നന്ദിയോടെ ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ നമുക്ക് ഈ സ്തോത്രഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. പ്രത്യാശയോടെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരൂ. മുടന്തനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരൂ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആമേൻ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ. ആ നിത്യതയുടെ നാട്ടിലെത്തി അവനോടുകൂടി സന്തോഷിക്കുന്ന നാൾ, അവനോടുകൂടി ആനന്ദിക്കുന്ന, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തന്ന് നമ്മുടെ കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞ് അവൻ നമ്മളെ അവൻ്റെ നിത്യതയുടെ അവകാശത്തിലേക്ക്, ആ കൃപയുടെ ആഴത്തിലേക്ക്, നമ്മളെ അത്ഭുതത്തിൻ്റെ ദൈവമേ, ആ മഹത്വത്തിൻ്റെ രാജാവ്, നമ്മളെ ആ നിത്യതയുടെ അവകാശത്തിലേക്ക് നടത്തുന്ന ദൈവമേ ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ ആശയേറും നാട്ടിൽ ശോഭേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലലെല്ലാം മാറിയിടുമേ.
വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരോ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരോ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. ഹല്ലേലൂയ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആദരങ്ങളെ തുറന്ന സന്തോഷത്തോടെ വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ
എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. നിത്യതയുടെ അവകാശം തന്റെ മക്കൾക്ക് വേണ്ടി പകർന്നിരിക്കുന്ന ദൈവം, കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല ആ നിത്യതയുടെ സന്തോഷം ഈ ദിവസം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ അവൻ പകർന്നിരിക്കുന്ന ദൈവം. നമ്മുടെ ഉള്ളിലെ സന്തോഷം, അവനിലുള്ള സന്തോഷം, അവനാണ് നമ്മുടെ പ്രത്യാശ. ആ നിത്യതയാണ് നമ്മുടെ വാഗ്ദത്തം. അതിലേക്ക് നോക്കി ഓടുന്നവർ ഒരു നാള് ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വെച്ചിരിക്കുന്ന ശുഭഭാവിയിലേക്ക്, ആ നിന്റെ വാഗ്ദത്തം, നിത്യതയുടെ വാഗ്ദത്തം ആരും നിന്നിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയുകയില്ല. അത് നിനക്ക്, നിന്റെ കുടുംബത്തിന്, ആമേൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷയുടെ അനുഭവം തന്ന് ആ വാഗ്ദത്ത ദേശത്തേക്ക് ചേർക്കുന്ന നാളും അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവം. പേര് വിളിക്കുന്ന നാളിൽ നമ്മളുടെ പേരും കാണേണ്ടത്. ഹല്ലേലൂയ. കോടാനുകോടി വിശുദ്ധന്മാരോടുകൂടി നമ്മളും അവന്റെ സന്നിധിയിൽ പ്രതിഫലം മേടിക്കാൻ നിൽക്കുന്ന ദിവസം. ഈ പ്രഭാതം നമ്മളെ ഓരോ ദിവസവും ആ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനൊത്തവണ്ണം നമ്മളെ തന്നെ ക്രമീകരിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ദൈവം നിറവേറുന്ന ദൈവം. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. കർത്താവിന് ആദരങ്ങളെ തുറന്ന കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ഈ പ്രഭാതി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചു നമ്മളെ. ഓ ഹല്ലേലൂയ. അവനോടുകൂടി സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടി നമ്മളെ ഇരുത്തിയിരിക്കുന്നത് ആ കൃപയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആമേൻ. അതിൽ കൂടെ കടക്കുകയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവൻ ആമേൻ പുത്തൻ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അദൃശ്യകരം നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ഈ പ്രഭാതി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനേ ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ സ്തോത്രത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ തന്നെ ഞങ്ങളുടെ സംഗീതവും കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവം, ഈ പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിന്മേലെല്ലാം ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ കടന്നു വന്ന ഓരോ കുഞ്ഞുങ്ങൾ മേലും നിങ്ങളുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം അവരെ മറക്കണം. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ കൃപയിലും നന്മയിലും അവരെ ദൈവം പരിപാലിക്കണം. കർത്താവെ, കാലുവെക്കുന്ന ദേശമൊക്കെ അവരവകാശമാക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതം അവരോട് കൂടെ ഇരുന്ന് ദൈവം സഹായിക്കും, അത്ഭുതമാക്കും, നന്മയാക്കും, ദൈവകൃപയാക്കും. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത വന്ദനങ്ങൾ സകല ദൈവമക്കൾക്കും ഹല്ലേലൂയ. വീണ്ടും വരുന്നവ യേശുവിൻ നാമത്തിൽ നന്ദിയും വന്ദനവും കരേറ്റുന്നു. ദൈവസന്നിധിയിൽ തിരുവചനത്തിലേക്ക് ഹല്ലേലൂയ പ്രഭാതത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പരിശുദ്ധാത്മാവ് ആ മാറ്റമില്ലാത്ത സാന്നിധ്യം കൊണ്ട് നമ്മളെ എല്ലാം നിറച്ച് നമ്മൾ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവകൃപ നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. അതെ, തിരുവചനം പറയുന്ന പോലെ തടുക്കുന്നവൻ മാറിക്കഴിയുമ്പോൾ അതെ ദൈവം തൻ്റെ നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ സകലത്തെയും തടുക്കുന്നു. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ നമ്മളെ മറച്ചിരിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നമ്മളെ മറച്ചിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലായിരുന്ന് നമ്മളെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവം അതെ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരനർത്ഥവും കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സകലത്തോടും കൂടെ ഇരുന്ന് നമ്മളെ അത്ഭുതകരം ആയി വഴി നടത്തുന്ന നല്ല ദൈവസന്നതിയിൽ ഈ പ്രഭാതത്തിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനം 34:15. Psalms 34:15. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. The eyes of the Lord are upon the righteous, and his ears are open unto their cry. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ തിരിക്കുന്നു. തിരുസന്നിധിയിൽ കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയ ദൈവിക ആലോചന ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കൃപയ്ക്കുള്ളിൽ പൊതിയണം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ. യഹോവയുടെ കണ്ണ് ആമേൻ നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. എക്കാലവും ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ദൈവസന്നതയിൽ ദൈവത്തോടെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ദൈവം അവൻ്റെ പ്രാർത്ഥനയും യാചനയും കേൾക്കാതിരിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം തൻ്റെ മക്കൾക്ക് ചെവി ചായ്ച്ചിറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നതിനെ ഈ ഭൂമിയിൽ ആമേൻ അതിനെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ആയുധങ്ങളാക്കി ദൈവം നമ്മളെ തീർക്കുമ്പോൾ അതെ ദൈവം നമ്മൾ കൂടെ ചെയ്യുവാനിരിക്കുന്ന എല്ലാ ദൈവപ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടാതിരിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവസന്നതിയിൽ ദൈവത്തോടെ നിലവിളിക്കുന്ന ദൈവമക്കൾ ആമേൻ. ഇസ്രായേൽ ജനം ഹല്ലേലൂയ 400 സംവത്സരം ഫറവോൻ്റെ അടിമനുഖത്തിലായിരുന്നു. അവരുടെ നിലവിളി മോശയോട് പറഞ്ഞു, ഞാൻ അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ദൈവം
തൻ്റെ മക്കളുടെ നിലവിളി കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് വർഷങ്ങളായിരിക്കട്ടെ, കാലങ്ങളായിരിക്കട്ടെ, അത് ആമേൻ പഴക്കമുള്ളതായിരിക്കട്ടെ വിഷയങ്ങൾ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അതിനോട് നോക്കി പറയുകയാണ്, ആമേൻ പഴക്കത്താലല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ അത് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ പഴകിയത്, ആമേൻ ചിലതൊക്കെ മറന്നുപോയ പ്രാർത്ഥനകൾ, ആമേൻ ചോദിച്ച് ആമേൻ മറുപടി കിട്ടാതിരിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, നീ നിലവിളിച്ചതും നീ പ്രാർത്ഥിച്ചതും നീ ഉപവസിച്ചതും ദൈവസന്നിധിയിൽ നീ എടുത്ത തീരുമാനത്തിന് നീ മുറുകെ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ദൈവം പറയുന്നു, ഞാൻ മറക്കുവാൻ ഞാനൊരു മനുഷ്യനല്ല. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഭോഷ്ക് പറയുന്ന ദൈവമല്ല. ആമേൻ നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് മറുപടി തരുന്ന പ്രഭാതമാക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ദൈവം നമുക്ക് മറുപടി തരുന്ന ദൈവം. അതെ, ദൈവം നമുക്ക് മറുപടി തരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ പൂർണ്ണതയെ ദൈവം തുറന്നു തരുമാറാക്കത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുന്ന ദൈവിക വിടുതലിൻ്റെ ആഴത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുന്നത്, മറുപടിക്കായി ഉറ്റിരിക്കുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവിടെ പറയുന്നു ആമേൻ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നവൻ. അതെ, പലതും നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന പല മണ്ഡലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. പല വിഷയങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്, പല ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. നമ്മളെ കർത്താവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് അതിന്മേൽ ജയം തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വെളിപ്പെടുന്ന ഒരു മണ്ഡലമാണ് പ്രാർത്ഥന മണ്ഡലം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടാത്തതിനെയൊക്കെ ദൈവം മാറ്റും. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിചാരിക്കും ചിലതൊക്കെ ആമേൻ നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പൂർണ്ണത ഇവിടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ടോ, ദൈവത്തോടു കൂടെ നടക്കുന്ന മനുഷ്യനുണ്ടോ, ദൈവത്തിന് വേണ്ടാത്തത്, ദൈവത്തിന് ഹിതത്തിന് ഇല്ലാത്തതിനെയൊക്കെ ദൈവം കാലാകാലങ്ങളിൽ ദൈവം ആ വ്യക്തിയിൽ നിന്ന് മാറ്റി ദൈവം അവനിൽ കൂടെ ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു പിതാവേ. അതാണ് ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവസന്നദ്ധയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. ഹന്നയുടെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആമേൻ ഹല്ലേലൂയ. 1 ശമൂവേൽ 1:10 ഇങ്ങനെ വായിക്കുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. എന്തിനാ? ഒരു തലമുറയില്ലാത്ത മണ്ഡലത്തിൽ, ഒരു ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ആമേൻ ദൈവം തന്നിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ നന്മ കാണാതിരിക്കുമ്പോൾ, അതിൻ്റെ ഫലം കാണാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഫിനീന ആമേൻ അവളെ വളരെയധികം ആമേൻ ഉപദ്രവിച്ചു, മാനസികമായി പീഡിപ്പിപ്പാൻ ആമേൻ ഹല്ലേലൂയ പലവട്ടം അവളെ പീഡിപ്പിക്കുവാൻ ഇടയായി. അതെ, അതിൻ്റെ നടുവിൽ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മണ്ഡലം, നിലവിളിക്കുന്ന ഒരു മണ്ഡലം. വളരെ കരഞ്ഞു. അവിടെ പറയുന്ന വാക്കാണ് വെപ്റ്റ് സോർ. അതെ, വളരെ കരഞ്ഞു. ആമേൻ ഹല്ലേലൂയ. വളരെ കരയുന്ന മണ്ഡലങ്ങളുണ്ടായിരിക്കും, വളരെയധികം പ്രാർത്ഥിച്ച് ഞെരുങ്ങുന്ന മണ്ഡലമുണ്ടായിരിക്കും. ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന ദൈവമല്ല. സ്തോത്രം. അതിൻ്റെ 11-ാം വാക്യത്തിലാണ് ആമേൻ വളരെയധികം പ്രാർത്ഥിച്ച ആമേൻ ഹന്ന ആമേൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു ആമേൻ പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ആമേൻ. അവൻ്റെ തലയിൽ ആമേൻ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്ന, ആമേൻ നിലവിളിക്കുന്ന ഹന്ന, ആമേൻ വളരെ ഉപദ്രവം സഹിച്ചിട്ടും അല്ലെങ്കിൽ മാനസികമായ പീഡ സഹിച്ചിട്ടും ആമേൻ ദൈവസന്നിധിയുടെ പ്രാർത്ഥന കുറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കുറച്ചില്ല, വളരെയധികം പ്രാർത്ഥിച്ചു. ആമേൻ. ശത്രു എത്രത്തോളം ഗൗരവത്തോടെ കടന്നു വന്നോ, എത്രത്തോളം ആമേൻ ഹല്ലേലൂയ പ്രതികൂലം വർദ്ധിച്ചോ, അതിനൊത്തവണ്ണം ഹന്നയ്ക്ക് അറിയാമെന്ന മണ്ഡലത്തിൽ അവൾ അറിഞ്ഞ ദൈവത്തെ ഹല്ലേലൂയ അവൾക്ക് മനസ്സിലാകത്തക്കവണ്ണം അവൾ ദൈവത്തോടെ അടുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ.
പലതും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ വർദ്ധിപ്പിച്ച് ശത്രു വർദ്ധിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് കൃപ പ്രാപിപ്പാൻ നമ്മൾക്ക് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഒരു യാചന സ്ഥലം മാത്രമേ ഉള്ളൂ, ഒരു അഭയസ്ഥലം മാത്രമേ ഉള്ളൂ, ഒരു മറുപടി തരുന്ന ഒരു കൃപാസനമേ ഉള്ളൂ. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്കാണ്. ആ കൃപാസനത്തിലേക്ക് നീ അതിധൈര്യത്തോടെ കടന്നു ചെന്ന് നീ എല്ലാ ദിവസവും ഏത് നേരത്തും ആ ദൈവസന്നിധിയിൽ നിന്റെ യാചനകൾ പറയുമെങ്കിൽ, നിന്റെ പ്രാർത്ഥന കഴിക്കുമെങ്കിൽ, നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, ദൈവം മറുപടി കൽപ്പിക്കുന്ന ദൈവമാ. ദൈവസന്നിധിയിൽ ആ ഹന്ന ഒരു ഉടമ്പടിയും കൂടെ ചെയ്യുകയാണ്, ഒരു തീരുമാനം കൂടെ ചെയ്യുകയാണ്. എനിക്ക് വേണ്ടിയത് ഒരു പുരുഷ സന്താനത്തെയാണ്. ആ സന്താനത്തെ എനിക്ക് തന്നാൽ ഞാനത് ദൈവത്തിന് വേണ്ടി കൊടുക്കും. അതെ, ഹല്ലേലൂയ. ഹന്നയുടെ തടസ്സം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു, ഹന്നയുടെ ഉദരത്തെ ദൈവം അടച്ചു. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹന്നയുടെ ഉദരത്തെ ദൈവം അടച്ചു, ഗർഭത്തെ ദൈവം അടച്ചു. എന്തിനു വേണ്ടി? ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. റിഖമന ഹന്ദന ധീരറിബനി ശന്തന. ആമേൻ. നീ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും ഹല്ലേലൂയ ദൈവം അതിനകത്തുനിന്ന് പുറപ്പെടുവിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ പ്രഭാതത്തിൽ ആ കൃപയുടെ വെളിപ്പാടിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹന്നയ്ക്ക് ഉദരം അടഞ്ഞില്ലെങ്കിൽ, ഹന്നയുടെ പ്രാർത്ഥന ആമേൻ അധികം വർദ്ധിച്ചില്ലെങ്കിൽ, ഹന്ന ദൈവസന്നിധിയിൽ എന്ത് എടുക്കത്തില്ല? തീരുമാനം എടുക്കുകയില്ല. അത് മാത്രമാണോ? ഹല്ലേലൂയ. ഹന്നയിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു പുരുഷ സന്താനം. അതെ, ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ ഏകജാതനെ പ്രാപിപ്പാൻ ഹല്ലേലൂയ വർഷങ്ങൾ കാത്തിരുന്നെങ്കിൽ, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ യാഗം കഴിക്കാൻ തയ്യാറായെങ്കിൽ, ആ വണ്ണം ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രതികൂലത്തിനകത്തെല്ലാം കൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. കൃപ പ്രാപിച്ചവൻ ഒരു കാര്യം അറിയാം, ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നതിന് മനുഷ്യൻ്റെ കരത്തിൽ ലഭിക്കുന്നതിന് മുന്നേ ദൈവം തന്നതായി അവൾ വിശ്വസിച്ചു. എനിക്കൊരു പുരുഷ സന്താനത്തെ ദൈവം തരും. അത് മാത്രമല്ല, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക, ഈ പുരുഷ സന്താനത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കും. അതെ, ഈ പ്രഭാതത്തിൽ ചില തീരുമാനങ്ങളുടെ വക്കൽ വന്ന് നിൽക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, നീ ഈ പ്രഭാതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിന് മുമ്പിൽ, ദൈവസന്നിധിയിൽ എടുക്കുന്ന ഓരോ ഉടമ്പടികളുടെ മുമ്പിൽ ദൈവം ചലിക്കാതിരിക്കത്തില്ല. ദൈവം നീ ആ തീരുമാനം എടുക്കുവാൻ വരെ ദൈവം കാത്തിരിക്കുന്നു. അതെ, ദൈവം ആമേൻ ഹന്ന തീരുമാനം എടുക്കും വരെയും ദൈവം കാത്തിരുന്നു. ദൈവത്തിൻ്റെ കാത്തിരിപ്പിതായിരുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ആ വ്യക്തി ദൈവത്തിനാൽ വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവം ചലിക്കുവാൻ തുടങ്ങും. ദൈവം പറയും, ഇനിയും ഞാൻ എൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവം ആമേൻ. അതിനുശേഷം ആണ് ഹന്ന ആമേൻ ആലയത്തിൽ ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഏലി എന്തോ പറയുന്നു? ആമേൻ. ഹല്ലേലൂയ. നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, അല്ലേ? 14-ാം വാക്യം. അതെല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം ആ 17-ാം വാക്യത്തിലാണ് ഏലി മറുപടി കൊടുക്കുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഏലിയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. 17-ാം വാക്യം, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. ആ വാക്ക് പറഞ്ഞതിന് ശേഷം 18-ാം വാക്യം, അവരുടെ മുഖം പിന്നെ വാടിയതുമില്ല. നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്ത ശബ്ദം പുരോഹിതനായ ഏലി പുരോഹിതനിൽ കൂടെ വെളിപ്പെട്ടതിന് ശേഷം അവിടെ പറയുന്നു, അവളുടെ മുഖം വാടിയതുമില്ല. അവൻ ദൈവത്തിൻ്റെ ശബ്ദം ഈ പ്രഭാതത്തിൽ നമ്മൾ മേൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നീ കരഞ്ഞതും നീ പ്രാർത്ഥിച്ചതിനും ആമേൻ ദൈവം ഇതുവരെ ചെയ്തതിനേക്കാൾ അധികം ചെയ്യുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയിരിക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ അരകെട്ടി ആമേൻ
ആമേൻ മുറുകെ കെട്ടണം. ആമേൻ നിന്റെ ഒരുക്കം അതിതീക്ഷ്ണമായിരിക്കണം. ദൈവം നിന്നെ ഒരു പുറപ്പാടിലേക്ക് വിടുകയാണ്. ദൈവം പറയുകയാണ്, പ്രാർത്ഥനയുടെ മറുപടി ആമേൻ നിന്റെ തീരുമാനത്തിന് മുമ്പിൽ നിനക്ക് മുമ്പാകെ ഓടുന്ന ഒരു തീരുമാനം വെളിപ്പെടുമ്പോൾ 19 വാക്യത്തിൽ പൂർത്തീകരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ അവളെ ഓർത്തു. ജീസസ്, ഹല്ലേലൂയ. അതെ, തീരുമാനത്തിന് മുമ്പിൽ ആമേൻ ഏലി പുരോഹിതൻ്റെ ശബ്ദത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അതെ ദൈവം അവൾക്ക് എന്ത് കൊടുത്തു? അവളുടെ മുഖം വാടിപ്പോയില്ല, സന്തോഷത്തോടെ ദൈവം നിറച്ചു. അതേ, വിലാപത്തോടെ ആമേൻ കരച്ചിലോടെ ഞെരക്കത്തോടെ കടന്നു വന്ന ആമേൻ ഹന്നെ ദൈവം എന്ത് ചെയ്യുന്നു? അവളുടെ ആത്മാവിനെ ദൈവം സന്തോഷമുടിപ്പിക്കുകയാണ്. അതെ, ഈ പ്രഭാതത്തിൽ ചില ദുഃഖത്തിൻ്റെ വാർത്തകൾ കേൾക്കുവാൻ, ചില വെല്ലുവിളികളുടെ മുൻപിൽ നിൽക്കുന്ന, ചില പ്രതികൂലങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വിലാപത്തെ, നിന്റെ ദുഃഖത്തിൻ്റെ വാർത്തയെ ശത്രു കൊണ്ടുവരുവാൻ നോക്കുന്നതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിന് പകരം അവൻ നിന്നെ സന്തോഷം മുടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? യഹോവ ഹന്നെ ഓർത്തതുപോലെ ദൈവം നിന്നെ ഓർക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർത്തിരിക്കുന്നു, നിന്നെ അറിഞ്ഞിരിക്കുന്നു, നിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞിരിക്കുന്നു, നിന്റെ ഉടമ്പടികൾ അറിഞ്ഞിരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കത്തില്ല, അവൻ നിനക്ക് വേണ്ടി ചലിക്കാതിരിക്കത്തില്ല. അവൻ നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാകിയാൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതെ, ആമേൻ, ആമേൻ. ഉദരത്തെ അടച്ചത്, ഉറവയെ അടച്ചത്, ആമേൻ, ശത്രു അടച്ചതിന്മേലെല്ലാം ദൈവമിതാ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുന്ന ദൈവമാണല്ലോ. നന്ദി കർത്താവെ, സ്തുതിക്കുന്നു. അതെ, കർത്താവ് ഗെത്സമനയിൽ വളരെ ഞരക്കത്തോടെ പ്രാർത്ഥിച്ചു. ആ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹലോ, ലൂക്കോസ് സുവിശേഷം 22 അധ്യായം 40 മുതലുള്ള വാക്യം. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടുത്തെ മണ്ഡലം എന്താണ്? പരീക്ഷ കടന്നു വരുന്നു. സ്തോത്രം. ആമേൻ. ഹന്നയുടെ വിഷയം എന്തായിരുന്നു? ഉറവയെ അടച്ചവൻ, ഉദരത്തെ അടച്ചവൻ, വാക്തത്വത്തെ അടയ്ക്കുന്നവൻ. പക്ഷേ ശത്രുവിനെ ജയിച്ച ഹന്ന. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനാ? നിങ്ങൾ ആമേൻ പരീക്ഷയിൽ അകപ്പെടാതെ, ടു ഓവർകം ടെംപ്റ്റേഷൻസ്. ഹല്ലേലൂയ. ആമേൻ. so that you not enter into temptation. നിനക്ക് എതിരെ നിൽക്കുന്ന പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ നിന്നെ വിഴുങ്ങേണ്ടതിന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ശത്രുവിൻ്റെ പദ്ധതി, ഒരു ശത്രുവിൻ്റെ കെണി. അതെ, ചില കെണികളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവം. അതെ, നീ ഇന്ന് തലകുനിക്കേണ്ടി വന്നുമായിരിക്കും, പക്ഷെ നിന്നെ ഒരു കെണിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. നീ ആമേൻ എന്നേക്കുമായി കെണിയിൽ പെടാതിരിക്കേണ്ടതിന് ദൈവം നിന്റെ തല അല്പസമയത്തേക്ക് ഒന്ന് തല കുനിപ്പിക്കുകയാണ് ദൈവം. കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മനോഭാവം. അതെ, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്ത് ആമേൻ വാങ്ങിപ്പോയി മുട്ടുകുത്തി. സ്തോത്രം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം എങ്കിൽ ആമേൻ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. ഇതെല്ലാം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നൊരു മണ്ഡലമാണ്. കർത്താവ് പിതാവിനോട് സംസാരിക്കുന്ന പദങ്ങൾ. ഹല്ലേലൂയ. അവിടെ എന്തു സംഭവിക്കുന്നു? ആമേൻ, ഹന്നയുടെ ആമേൻ മുഖഭാവം അല്ലെങ്കിൽ ഹന്നയുടെ വിലാപത്തെ ദൈവം സന്തോഷം കൊണ്ട് ഉടുപ്പിച്ചതുപോലെ ഇവിടെ കർത്താവ് പിതാവുമായിട്ട് സംസാരിക്കുമ്പോൾ 43 വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും പിതാവുമായിട്ട്, നമ്മൾ സർവശക്തനമായ ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ ചുമ്മാതെ പ്രാർത്ഥിക്കുകയല്ല, സമയം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല, ചടങ്ങ് തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ഇത് ദൈവത്തോടെ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, ആമേ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നത്, ഞരക്കത്തോടെ പ്രാർത്ഥിക്കുന്നത്, അതേ ദൈവത്തോളം ആമേൻ വ്യാപ്തിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ ഹന്നയുടെ സ്ഥിതി മാറ്റി, ആ മനോഭാവത്തെ മാറ്റിയതുപോലെ ഇവിടെ ഇതാ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന്, ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തുവാൻ തുടങ്ങി. ജീസസ്. ഹല്ലേലൂയ. എന്നിട്ടെന്ത് സംഭവിക്കുന്നു? പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു.
ഓ ജീസസ്. ദൂതൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, കർത്താവിനെ ബലപ്പെടുത്തി. എന്നാലും കർത്താവ് അവിടെ എന്തോ സംഭവിക്കുന്നു? ഹി പ്രേയ്ഡ് മോർ ഏർണസ്റ്റ്ലി, ഹി പ്രേയ്ഡ് മോർ ഫെർവൻ്റ്ലി. അവൻ അതിശ്രദ്ധയോടെ കൂടെ പ്രാർത്ഥിച്ചു. സ്തോത്രം. നമ്മളുടെ മനോഭാവം എന്താണ്? ദൂതൻ വന്നു, മറുപടിയായി, ഇനി പ്രാർത്ഥിക്കണ്ട. അല്ല, കർത്താവ് ദൂതൻ വന്ന് ബലപ്പെടുത്തിയിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥന തീർന്നില്ല. നമ്മൾ ശരിക്കും ഒരു പ്രവചനം കേട്ടല്ലോ, ഒരു പ്രവാചകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൂത് ലഭിച്ചു, ഇനി ഞാൻ പ്രാർത്ഥിക്കേണ്ട, എനിക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു. ഇല്ല, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോളം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, എൻ്റെ മറുപടി കിട്ടുമ്പോളം ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കും. അതെ, ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് പിന്നെ അവിടെ വായിക്കുന്നു, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീണ് വലിയ ചോരത്തുള്ളികളെ പോലെയായി. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിച്ചു? പ്രാണവേദനയോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആഴത്തിനൊത്തവണ്ണം, ഇൻറ്റൻസിറ്റിക്കൊത്തവണ്ണമാണ് ഹല്ലേലൂയ നമ്മളുടെ ഉള്ളവും നമ്മുടെ ശരീരവും പരിവർത്തിക്കുന്നത്. പ്രാണവേദനയോടെ വേർപ്പ് തുള്ളികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. സ്തോത്രം. അവിടെ വേറെ ഒന്നും ഒരു ഡിസ്ട്രാക്ഷൻ അല്ല. എന്തൊക്കെ കടന്നു വരട്ടെ, ഏതൊക്കെ സംഭവിക്കട്ടെ, അതൊന്നും ഇതിനെ തൊടാൻ കഴിയത്തില്ല. അത്രമാത്രം നമ്മളെ ക്രിസ്തുവിലോട് കൂട്ടിച്ചേർത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുഴുകി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആള് മാറിയവനെ പോലെ, ക്രിസ്തുവിനെ ആള് മാറിയവനെ പോലെ, ഈ ഭൂമിയിലെ സകല മാനവരാശിയുടെ രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ ആ ത്യാഗം യാഗമായി തീരുവാൻ തക്കവണ്ണം ഒരു സമർപ്പണ പ്രാർത്ഥന. ഹല്ലേലൂയ. പരീക്ഷ ജയിക്കുവാനുള്ള പ്രാർത്ഥന, വെല്ലുവിളികൾ ജയിക്കുവാനുള്ള പ്രാർത്ഥന. ദൂതൻ വെളിപ്പെട്ടിട്ടും ആ പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞില്ല, അതിൻ്റെ ആഴം കുറഞ്ഞില്ല, അത് ആഴത്തിലേക്ക്. അതെ, ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞ പോലെ ഈ പടക് അല്പം കൂടി ആഴത്തിലേക്ക് ഇറക്കുക. ഹല്ലേലൂയ, എനിക്ക് നിൻ്റെ പടകിൽ ഒന്ന് യാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞതുപോലെ, അതേ, പരിശുദ്ധാത്മാവ് നമ്മളെ ആഴങ്ങളിലേക്ക് നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആഴത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ ബലപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്ന് കർത്താവിനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നീ ആഴക്കടലിൽ കൂടെയായിരിക്കും കടന്നു പോകുന്നത്, നീ വെല്ലുവിളികളുടെ നടുവിൽ കൂടെ, തീച്ചൂളയുടെ നടുവിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ അതിൻ്റെ നടുവിൽ നീ ഒറ്റയല്ല. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നെ ബലപ്പെടുത്തേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നത് പോലെ ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തേണ്ടതിന്, നീ ഇതിൽ ജയാളിയായി പുറത്തു വരേണ്ടതിന്, ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവം ചിലതിനോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ ഹല്ലേലൂയ തൻ്റെ ദൂതനെ അയച്ച് അവനെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവിനെ വിടുവിക്കേണ്ടതിന് തൻ്റെ ദൂതനെ അയച്ച ദൈവം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ദൈവം തൻ്റെ ദൂതനെ അയക്കുകയും അവന് മറുപടി കൊടുക്കുക. എന്താണ് മറുപടി? ഹല്ലേലൂയ, അവനെ ബലപ്പെടുത്തേണ്ടതിന്. ജീസസ്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ചിലതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതിന് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരും. എന്തിനാ? പരീക്ഷയിൽ ജയിക്കേണ്ടതിന്. പരീക്ഷയിൽ വിടുതൽ പ്രാപിക്കേണ്ടതിന്, പരീക്ഷകളുടെ നടുവിൽ നമ്മൾ ജയാളിയായി പുറത്തു വരേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവം. സ്തോത്രം. അതുകൊണ്ട് രണ്ടാമത്തെ മണ്ഡലം ഹല്ലേലൂയ, പരീക്ഷയിൽ ജയിക്കാൻ ദൈവം തന്നെ ബലപ്പെടുത്തുന്നത്. മൂന്നാമത്തെ മണ്ഡലം സ്തോത്രം ഹല്ലേലൂയ, സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ച മണ്ഡലം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹേരോദാവ് സഭയെ ഉപദ്രവിക്കേണ്ടതിന് അവൻ്റെ കരം നീട്ടി. സ്തോത്രം. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. സ്തോത്രം. അത്
യഹൂദന്മാർക്ക് സന്തോഷമെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഹല്ലേലൂയ, എന്നാൽ സഭയുടെ 3 തൂണുകൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യാക്കോബിനെ കൊന്നുകളഞ്ഞു, ഒരു തൂണിനെ തട്ടിക്കളഞ്ഞു, ഇനി പത്രോസിനെയോടെ തട്ടണം. ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുൻനിർണയം, ഹല്ലേലൂയ, ശത്രുവിൻ്റെ നിർണയത്തെ തകർക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ലോകം നിന്നെക്കുറിച്ച് ഒരു നിർണയിച്ചിട്ടുണ്ട്. ലോകം നിന്നെക്കുറിച്ച്, ശത്രു നിന്നെക്കുറിച്ച് ചിലതൊക്കെ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ മുൻനിർണയം വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശത്രു, ആമേൻ, പിശാച്, ആമേൻ, നമ്മുടെ തലമുറകളെ നോക്കി ചിലതൊക്കെ നിർണയിക്കും. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ചുള്ള മുൻനിർണയത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, യാക്കോബിനെ വാൾക്കിരയായതുപോലെ പത്രോസിനെ കൊല്ലുവാൻ ഒരുങ്ങുകയാണ്. അവനെ പിടിച്ച് ചങ്ങലയിലാക്കി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 4-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 4-ാം വാക്യം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞ് ജനത്തിന് മുമ്പിൽ ആമേൻ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അതെ, ഹല്ലേലൂയ, അവിടെ ഒരു ആമേൻ ഉത്സവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതിന് ആമേൻ ഒരു പീരിയഡ് ബ്രേക്ക് കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പത്രോസിനെ കുറിച്ചുള്ള പദ്ധതികൾ, മുൻനിർണയം, അതെ, ഹല്ലേലൂയ, നിനക്ക് ഞാൻ അധികാരത്തിൻ്റെ താക്കോൽ ഞാൻ തന്നിട്ട് പോകുന്നു. ഹല്ലേലൂയ. പത്രോസിനെ ദൈവത്തിന് പത്രോസിനെ കുറിച്ചുള്ള പദ്ധതി എന്തെന്ന്, ഹല്ലേലൂയ, ലോകം അറിയുന്നതിന് മുന്നേ ദൈവം അറിഞ്ഞവനാണ്. ഹല്ലേലൂയ. ദൈവം അറിഞ്ഞതിനെ ദൈവം നിറവേറേണ്ടതിന്, ഹല്ലേലൂയ, ആമേൻ, ദൈവം ആരെ ഉണർത്തുന്നു? ഒരു സഭയെ ഉണർത്തുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം വാക്യം, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഹല്ലേലൂയ. എങ്ങനെ? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രേയർ വിത്തൗട്ട് സീസിങ്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അങ്ങനെയാണല്ലോ. വിത്തൗട്ട് സീസിങ് ഓഫ് ദ ചർച്ച് അൺടു ഗോഡ് ഫോർ ഹിം, ഫോർ പീറ്റർ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരെ നിർത്താതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 24 മണിക്കൂറാണെങ്കിലും 24 മണിക്കൂർ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? പത്രോസിനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സഭയുടെ ഒരു വലിയ തൂണ നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് തടസ്സമുണ്ടാകുവാൻ, അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുവാൻ കാരണമായി തീരുവാനുള്ള ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, ആമേൻ, ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ സഭ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സഭ, ആമേൻ, എന്തിന് പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി. എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ചില, ആമേൻ, വ്യാഖ്യാനങ്ങൾ ചിലവർ പ്രസംഗിക്കുന്നവർ പലരിങ്ങനെ പറയാറുണ്ട്, ഹല്ലേലൂയ, സഭ, ഹല്ലേലൂയ, യാക്കോബിന് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ടാണ് യാക്കോബ് വാളിനിരയായി തീർന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, യാക്കോബ് മരിക്കുമ്പോൾ, മരിച്ചടക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സഭയ്ക്ക് മനസ്സിലായി ഇത് സഭയോടുള്ള പോരാട്ടമാണ്, ഇത് ദൈവരാജ്യത്തോടുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ, ഇത് ദൈവ മക്കളോടുള്ള പോരാട്ടമാണ്. ഇത് വേറെയൊന്നുമല്ല, സഭയുടെ ഉണർവിനെ, സഭയുടെ വളർച്ചയെ, സഭയുടെ പ്രവൃത്തികളെ തടയുവാൻ തക്കവണ്ണം, അതിന്, ഹല്ലേലൂയ, ആമേൻ, അതിന് കുറ്റിവെക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഹേരോദാവ് രാജാവ്. എന്നാൽ ഹല്ലേലൂയ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്കും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കുമായി സഭ, ആമേൻ, ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ, നിനക്കൊരു പോരാട്ടം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, അത് ഈ പിശാചിൻ്റെ തന്ത്രമാണ്. പക്ഷെ ദൈവസഭ ഒന്നിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആരെ അയക്കുന്നു? ദൈവം പത്രോസിൻ്റെ കാരാഗ്രഹത്തിനകത്തേക്ക് ദൈവം ദൂതനെ അയക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ അരികിലേക്ക് ഒരു ദൂതൻ വന്നവനെ ബലപ്പെടുത്തിയെങ്കിൽ പത്രോസിൻ്റെ അരികിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്ത് സംഭവിക്കുന്നു? ഹല്ലേലൂയ, ഒന്നാം കാവലും 2-ാം കാവലും തുറന്ന്, അതേ, പത്രോസ്, ആമേൻ, ഹല്ലേലൂയ, ഇരുമ്പ് കാവലും അവന് മുമ്പിൽ തുറന്നെടുത്ത് അവനെ ദൈവം പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നദ്ധയിൽ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെ മറുപടി കൽപ്പിക്കുന്ന ഒരു ദൈവം. ആമേൻ. ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്ന ദൈവം. ആമേൻ. സഭയെ ഉപദ്രവിക്കുന്നതിനെ, ആമേൻ, ദൈവമക്കളെ തകർക്കുവാൻ നോക്കുന്ന, ദൈവിക പദ്ധതികളെ തകർക്കുവാൻ നോക്കുന്ന, ദൈവിക ഉദ്ദേശത്തെ തകർക്കുവാൻ നോക്കുന്ന എല്ലാ ചങ്ങലകളും അവിടെ പത്രോസിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ്. അവിടെ പത്രോസിൻ്റെ അരികിലേക്ക് എന്ത് വരുന്നു? 7-ാം വാക്യം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്തോത്രം. ഹല്ലേലൂയ.
ഇതുവരെ കാണാത്ത ഒരു മറുപടി, ഇതുവരെ കാണാത്ത ഒരു വാഗ്ദത്തം, ഇതുവരെ കാണാത്ത ഒരു ദർശനം കാണുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ജനം ഒരുങ്ങിക്കോ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നീ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച എല്ലാ മണ്ഡലങ്ങളിലും ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം അവിടെ എഴുന്നള്ളി വരികയാണ്. ദൈവം തൻ്റെ ദൂതനോട് അവിടെ കൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ആമേൻ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. സ്തോത്രം. ആമേൻ. അവിടെ എങ്ങനെയുണ്ടേ? അരയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ലോകം കെട്ടിയതൊക്കെ അഴിയുവാൻ ആമേൻ ദൂതൻ്റെ ഒരു സ്പർശനം മതി, ദൈവത്തിൻ്റെ ഒരു സ്പർശനം മതി. ഈ പ്രഭാതത്തിൽ ആമേൻ നീ പലയിടത്തും പോയി ചോദിച്ചു, കർത്താവ് ദൈവമേ, ആമേൻ പലയിടത്തും പോയി ചോദിച്ചു, ഇതാരഴിക്കും? ഈ ചങ്ങല ആരഴിക്കും? ഈ കല്ലാർ ഉരുട്ടി മാറ്റും? ഈ പ്രതികൂലം എവിടെ മാറിപ്പോകും? ഈ വിഷയത്തിന് മറുപടി എവിടാ? ദൈവം പറയുന്നു, നീ എങ്ങും പോകണ്ട. നീ ഇരിക്കുന്നിടത്ത് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ഇരിക്കുന്നിടത്ത് കൃപയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ആമേൻ നീ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ തിരിച്ചറിഞ്ഞ് സഭയെ ഉപദ്രവിക്കുന്ന സകല മണ്ഡലത്തിന്മേൽ ക്ഷയമെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. അതിനായി നീ ഈ ദിവസങ്ങളും നിന്റെ അതരങ്ങളും നിന്റെ ശരീരവും നിന്റെ ആത്മാവും വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ ചിലതിനോട് കൽപ്പിക്കും. ദൂതനവിടെ പ്രത്യക്ഷനാകും, കാരാഗ്രഹത്തിനകത്ത് പ്രത്യക്ഷനാകും, വെളിച്ചം അവിടെ വെളിപ്പെടും. അതെ, ദൈവം ചങ്ങല അഴിക്കുക മാത്രമല്ല, ദൈവം പറയുന്നു, തൊട്ടുണർത്തി പറയുന്നു, എഴുന്നേറ്റ് ഓടുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എഴുന്നേറ്റ് ഓടുക, എഴുന്നേറ്റ് ഓടുക. ആമേൻ. നീ ഓടുവാനുള്ളവനാ, നീ ഓടുവാനുള്ളവനല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറയുക, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഉടനെ അവൻ്റെ ചങ്ങല അവൻ്റെ കയ്യിൽ നിന്ന് വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ബി സീരിയസ്, ബി ഫാസ്റ്റ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുവാൻ തിടുക്കമുള്ളവരായിരിക്കണം. ആമേൻ. ദൈവം പറഞ്ഞാൽ, കർത്താവേ ഇത് ആമേൻ സമയമെടുത്ത് ചെയ്യുവാനുള്ളതല്ല, തിടുക്കത്തിൽ ചെയ്യുവാനുള്ളത് തിടുക്കത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് ദൈവം പറയുകയാണ്, ആമേൻ എഴുന്നേൽക്കുക, റൈസ് അപ്പ് ക്വിക്ക്ലി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൂതൻ അവനോട് പിന്നെ പറയുന്നു, ആമേൻ എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്നു. 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് ദൈവം പുറത്തു കൊണ്ടുവന്ന് അവൻ ദർശനം കാണുന്നവനെ പോലെയാക്കി തീർക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുവാൻ, ആമേൻ, അതിന് വിപരീതമായി നിൽക്കുന്ന പല ശത്രുവിൻ്റെ തന്ത്രങ്ങളും പദ്ധതികളും ഉണ്ടായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആമേൻ ആഴമേറിയ വിഷയം അതാണല്ലോ. ആമേൻ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, ഭാരപ്പെടുന്ന മണ്ഡലങ്ങൾ, ആമേൻ നെടുവീർപ്പിടുന്ന മണ്ഡലങ്ങൾ, അതേ ആമേൻ നിലവിളിക്കുന്ന മണ്ഡലങ്ങൾ, ആമേൻ ഇതിന് മറുപടിയില്ലാതെ കാലങ്ങളും സമയങ്ങളും കാര്യങ്ങളും കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുന്നതിൻ്റെ നടുവിൽ ദൈവം പെട്ടെന്ന് ചില മറുപടികളെ കൽപ്പിക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. ദൈവം ആമേൻ 1 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവീൻ, അവൻ്റെ മുഖം ആമേൻ നിരന്തരം അന്വേഷിപ്പീൻ. ആമേൻ. ദൈവത്തെ നിരന്തരം അന്വേഷിക്കുന്നവൻ. അതുപോലെ 2 ദിനവൃത്താന്തം 7-14 ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്ത് നിന്ന് സൗഖ്യം വരുത്തുമാറാകും. ദേശങ്ങളെ സൗഖ്യമാക്കുന്ന കരം, നമ്മളെ വിടുവിക്കുക മാത്രമല്ല ദേശത്ത് ആ വിടുതൽ കൽപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഹേരോദാവ് രാജാവ് ആ സഭയെ ഉപദ്രവിക്കുന്ന ആ കറുത്ത കരത്തെ ഈ ഒരു വിടുതലോടെ, ഈ ഒരു ദൂതൻ്റെ വരവോടെ അതിനെ അങ്ങ് അടച്ചു. ആമേൻ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവരെ ഞെരുക്കുവാൻ ഹേരോദാവ് രാജാവ് വെളിപ്പെട്ടില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ചില പ്രതികൂലം ദൈവസഭയുടെ അനുഗ്രഹത്തിനാണ്. ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ പ്രാർത്ഥിച്ചെങ്കിൽ, ഇതുവരെ കാണാത്ത പ്രതികൂലം, ഇതുവരെ അഭിമുഖീകരിക്കാത്ത വെല്ലുവിളികൾ ആമേൻ ഓരോ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, അതിനപ്പുറത്ത്
അതിനുശേഷം ദൈവത്തിന് വലിയൊരു പ്രവൃത്തി വെളിപ്പെടുത്താനുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതി വെളിപ്പെടുത്താനുണ്ട്. എന്താണ്? കറുത്ത കരത്തെ എന്നേക്കുമായി മായിച്ച് ദൈവത്തിന് ദേശത്തെ സൗഖ്യമാക്കുവാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആമേൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം നമുക്കെല്ലാവരും അറിയാം, 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ആമേൻ, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. 17-ാം വാക്യം, ഏലിയാവ് നമുക്ക് സമമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 18-ാം വാക്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് ആമേൻ ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സ്തോത്രം. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന, വെല്ലുവിളികളുടെ നടുവിലുള്ള പ്രാർത്ഥന. ആമേൻ, ഹല്ലേലൂയ. വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിന് മുമ്പിൽ ആമേൻ മരണം മുഖാമുഖം കാണുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന. ദൈവസന്നിധിയിൽ തീരുമാനത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ദൈവസന്നിധിയിൽ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുള്ള പ്രാർത്ഥന. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ ഇത് പ്രാപിക്കുവോളം അങ്ങേ വിടുകയില്ലെന്നുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ആമേൻ പ്രവാചകനായ ഏലിയാവ് ദൈവസന്നിധിയിൽ ആഹാബ് രാജാവിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വ്യാപ്തിക്കൊത്തവണ്ണം ഹല്ലേലൂയ അതിൻ്റെ വെളിപ്പാടിനൊത്തവണ്ണം തിരിച്ചറിഞ്ഞ ഏലിയാവ് ആമേൻ ആഹാബ് രാജാവിനോട് പ്രഖ്യാപിച്ചു, ആമേൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. 430 ബാൽ പ്രവാചകന്മാർ ഹല്ലേലൂയ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് മുമ്പിൽ ആ ദൈവത്തിൻ്റെ അഗ്നി വെളിപ്പെടുമോ ഇല്ലയോ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത പ്രവാചകനായി ഏലിയാവ്. ഇന്ന് നിന്നോട് വെല്ലുവിളിക്കുന്ന ചില ശത്രുക്കളുടെ പദ്ധതികൾ, നിന്നോട് വെല്ലുവിളിക്കുന്ന ദേശാധിപ ശക്തികൾ, നിന്നോട് വെല്ലുവിളിക്കുന്ന ആമേൻ അന്യാരാധനയുടെ മണ്ഡലങ്ങൾ, നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന സർപ്പത്തിൻ്റെ ശക്തികൾ, ആമേൻ പിശാചിൻ്റെ തന്ത്രങ്ങൾ, ആഭിചാരത്തിൻ്റെ കെട്ടുകൾ ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന സ്വർഗത്തിലെ അഗ്നിയുടെ മറുപടിയാണ് ഹല്ലേലൂയ നിന്റെ യാഗപീഠത്തിന്മേൽ തീ കത്തിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ യാഗത്തിന്മേൽ തീ കത്താതിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, ഹല്ലേലൂയ, പ്രവാചകനായ ഏലിയാവ് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അഗ്നി വെളിപ്പെടുകയും അതിനെ ദഹിപ്പിച്ചു കളയുകയും ചെയ്യുക മാത്രമല്ല, അതിനോടുകൂടി ആ ദേശത്ത് വ്യാപരിച്ച 450 ആമേൻ ദുഷ്ടൻ്റെ പിശാചിൻ്റെ പ്രവാചകന്മാർ, ബാൽ പ്രവാചകന്മാരെ ആമേൻ നിഗ്രഹിച്ച് അവരെ കൊന്നൊടുക്കുവാൻ ഇടയായെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഹല്ലേലൂയ ശത്രുവിൻ്റെ കോട്ടകൾ തകർക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ കോട്ടകൾ ഇടിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ നടുവിൽ ദൈവം തീയായി മറുപടി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ദൈവം തീയോടെ മറുപടി വെളിപ്പെടുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെയും ദൂതന്മാരുടെ മറുപടിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസമുണ്ട്. ഹമേൻ ഏലിയാവ് അഭിമുഖിച്ചത് വ്യത്യസ്തമായ ഒരു മണ്ഡലമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാത്തിലും ഒരേ തലത്തിലുള്ള മറുപടി കൊണ്ട് ദൈവം തൃപ്തിപ്പെടുന്ന ദൈവമല്ല. ഏലിയാവ് അഭിമുഖിച്ചത് ആമേൻ പിശാചും അതിൻ്റെ ആഴവുമാണ്. ഹല്ലേലൂയ. അവൻ്റെ ഉറവയാണ്. അവനെ ആ പിശാചിനെ വ്യാപരിപ്പിച്ചിരിക്കുന്ന, പിശാചിനാൽ വ്യാപരിക്കപ്പെട്ട 450 ആമേൻ ഹല്ലേലൂയ കള്ളപ്രവാചകന്മാർ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ അവരെ നിഗ്രഹിക്കേണ്ടതിന് ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഹല്ലേലൂയ ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശം നിറവേറുവോളം ആമേൻ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ അത് ഏലിയാവ് ആമേൻ മഴ പെയ്യേണ്ടതിനും പെയ്യാതിരിക്കേണ്ടതിനും ഏലിയാവ് പ്രാർത്ഥിച്ചു. പക്ഷേ ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ അഗ്നി വെളിപ്പെടുവേണ്ടതിന് അല്ലേ ഹല്ലേലൂയ ദൈവം ദൈവസന്നിധിയിൽ എന്താണ് ഏലിയാവ് പറയുന്നത്? 1 രാജാക്കന്മാർ 18:37 ഇങ്ങനെ വായിക്കുന്നു, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗോ വിറകും മണ്ണും ദഹിപ്പിച്ച്
ആമേൻ തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന, അധികം പ്രാർത്ഥിച്ചില്ല, പക്ഷേ അതിന് ഒരുക്കത്തോടുള്ള പ്രാർത്ഥന, തീരുമാനത്തോടു കൂടിയുള്ള പ്രാർത്ഥന, കൃപയോടുള്ള പ്രാർത്ഥന, തീഷ്ണതയോടുള്ള പ്രാർത്ഥന, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതെ കർത്താവേ, ഈ ജനം അറിയേണ്ടതിന്, അല്ലെങ്കിൽ ഈ ജനം ഈ ലോകം അറിയേണ്ടതിന്, കർത്താവേ ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു മറുപടി എനിക്കിന്ന് വേണം. ഹല്ലേലൂയ. പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവർ രാവിലെ മുതലേ പ്രാർത്ഥിക്കുന്നവരാ. അവരുടെ മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ വന്ന് ഒറ്റ പ്രാർത്ഥന. ഇന്ന് നിന്റെ ഒരു വാക്കിന് മുമ്പിൽ ദൈവം ചലിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്ന ദൈവമാ. ആമേൻ. ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവ പൈതലേ, നീ ദൈവസന്നിധിയിൽ നിന്റെ ആമേൻ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, നീ ദൈവസന്നിധിയിൽ തീഷ്ണതയോടുള്ള പ്രാർത്ഥന, നീ ഒരുക്കത്തോടുള്ള പ്രാർത്ഥന, നീ ദൈവസന്നിധിയിൽ പകരാൻ ഈ പ്രഭാതത്തിൽ തയ്യാറാകുമെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ തീ മതിലായി അവിടെ വെളിപ്പെടും, ഞാൻ അഗ്നിമതിലായി അവിടെ വെളിപ്പെടും. ഞാൻ ഹല്ലേലൂയ നിന്റെ യാഗത്തിന്മേൽ തീ കത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ യാഗത്തിന്മേൽ ദൈവം ഇറങ്ങി വന്നതുകൊണ്ട് ദൈവം അവനെ പ്രസാദിപ്പിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. അതെ, ഇന്ന് ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതെ യഹോവ എനിക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദൈവമാണെന്ന് വെളിപ്പെടേണ്ടതിന് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അതേ സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് അതിനെ ദഹിപ്പിച്ചു കളയുന്ന ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മറുപടിയുടെ ദൈവം, അതേ മറുപടിയുടെ ദൈവം, പ്രാർത്ഥനയുടെ മറുപടിയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥിക്കുന്നവന് മറുപടി തരുന്ന ദൈവം, യാചിക്കുന്നവന് മറുപടി തരുന്ന ദൈവം, ഒരുങ്ങുന്നവർക്ക് തീഷ്ണതയോടെ അതേ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവന് ദൈവം മറുപടി കൽപ്പിക്കുന്ന ദൈവമാണല്ലോ. ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ആമേൻ അത് വൃഥാവായി, നിന്റെ ഉപവാസം വൃഥാവായിട്ടില്ല, നിന്റെ കാത്തിരിപ്പ് വൃഥാവായിട്ടില്ല. ദൈവം അതിൻ്റെ മറുപടി അയച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. ദൈവം ദേശത്ത് ആ മറുപടി അയക്കും. ദൈവം ആമേൻ ഹല്ലേലൂയ സഭയ്ക്കകത്ത് ആ മറുപടി അയക്കും. ദൈവം ഹല്ലേലൂയ ദേശത്തിൻ്റെ ആമേൻ പാർശ്യ പ്രഭുവേ, ഹല്ലേലൂയ ആമേൻ ഹെരോദാവ് രാജാവിനെയും ഹല്ലേലൂയ ബാൽ പ്രവാചകന്മാരെയും എല്ലാം ഒടുക്കിക്കളയുവാൻ തക്കവണ്ണം ദൈവം തന്നെ മറുപടി ഈ ദിവസങ്ങൾ അയക്കുകയാണ്. ദൈവം പറയുകയാണ്, ഇതുവരെ തടഞ്ഞു വെച്ച ദൈവസഭയെ തടഞ്ഞു വെച്ച ദൈവപ്രവൃത്തിയെ തടഞ്ഞു വെച്ച ആമേൻ എല്ലാ പിശാചിൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാൻ തക്കവണ്ണം ദൈവ സ്വർഗത്തിൽ നിന്ന് തീ അയച്ച് അതിൻ്റെ മറുപടി കൽപ്പിക്കുകയാണ്. ദൈവം പറയുക, ഞാൻ എഴുന്നേൽപ്പിക്കും, ഞാൻ പണിയും, ആരും അതിനെ തടയാൻ തക്കവണ്ണം കഴിയാതെ ദൈവം അതിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവമാണല്ലോ. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ. അങ്ങയുടെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അത് തന്നെയാകയാൽ അതിൻ്റെ മറവിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പിതാവേ. അങ്ങയുടെ വാഗ്ദത്തത്തെ സമർപ്പിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി ദൈവം തൻ്റെ മക്കൾ മേൽ ആ വിടുതലും നന്മയും പകരണം. ഒരു പുതിയൊരു വാഗ്ദത്തം, പുതിയൊരു ആമേൻ അധ്യായം തുറക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരു പുതു വഴികൾ, പുത്തൻ വാതിലുകൾ, പുത്തൻ ഉണർവുകൾ ആമേൻ ഈ ദേശത്തിന്മേൽ അങ്ങ് തുറന്നു തന്ന ഈ ദേശത്തിൻ്റെ ഞെരുക്കുന്ന എല്ലാ ശത്രുക്കളെയും തകർത്തെടുത്ത് ആമേൻ ബാൽ പ്രവാചകന്മാരെയും കൊന്നടുക്കി ദൈവത്തിൻ്റെ രാജ്യം ഈ ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് തൻ്റെ പ്രവൃത്തിയെ അയച്ച് ദൈവം മാനിക്കുന്ന ദൈവമാകിയ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകുവാൻ ദൈവം ഈ ദേശത്തുമേൽ അങ്ങയുടെ ഉണർവിൻ്റെ അഗ്നി അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ്, ഈ ദേശം അങ്ങയ്ക്കായി ഒരുങ്ങണം. അതേ ആ ഉണർവിനായി ഈ ദേശത്തെ ഒരുക്കണം. ഇതുവരെ വന്ന കള്ളപ്രവാചകന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഇതുവരെ ആമേൻ ഞെരുക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും ദൈവം ഒരു പുത്തനായി ഒരു ഉണർവ് ആമേൻ ദൈവസഭയ്ക്ക് ആമേൻ ദൈവരാജ്യത്തിന് ഈ ദേശത്ത് ദൈവം തുറന്നു കൊടുത്ത് ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്ന ദൈവമാണല്ലോ. അവരുടെ ഞരക്കങ്ങൾക്ക് മറുപടി കൽപ്പിക്കുന്ന ദൈവമാണല്ലോ. ആ ഉണർവിനെ അയച്ച് അങ്ങ് മാനിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തൻ്റെ ദൂതന്മാരുടെ കൽപ്പിക്കുന്നവൻ, തീയായി മറുപടി കൽപ്പിക്കുന്നവൻ ഇന്നും എന്നും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി.
യേശുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല മണ്ഡലങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗമരണമേ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ മറുപടി നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോടും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.